ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് സോളിഡ് സ്റ്റേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അതിനുശേഷം അതിൻ്റെ ഹയർ ലെവൽസിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. Solids are incompressible, which means the constituent particle is arranged close to each other, and because of that there is negligible space between the constituent particles. അല്ലേ, നമുക്കറിയാം സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇൻകംപ്രസിബിൾ ആണ് അല്ലേ. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ഭയങ്കര ക്ലോസ്ലി ആണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. ഇൻ ബിറ്റ്വീൻ സ്പേസിംഗ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും ഇവർ പൊതുവെ. ഓക്കെ, the solids are rigid, and this is due to the lack of space between the constituent particles, which make it rigid or fixed. അപ്പോൾ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ റിജിഡ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. എന്തുകൊണ്ടാണ് റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്? ഇപ്പം ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസിംഗ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസിലി മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അവരുടെ കേസിൽ നമുക്ക് പറയാം അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അല്ല. സോളിഡ്സിൻ്റെ ഇടയിൽ സ്പേസിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് സോളിഡ്സ് റിജിഡ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ബിഹേവിയർ കാണിക്കുന്ന ആളുകളാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഹാസ് എ കോമ്പാക്ട് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് അല്ലേ. സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട്, ഇടയ്ക്ക് ഇന്റർമോളിക്കുലർ സ്പേസിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള മാസ് ഉണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും ഉണ്ട്. The intermolecular distance between the molecules is short. Due to this, the force between the constituent particles is very strong. അല്ലേ, സോളിഡ്സിന്റെ കേസിൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അവർക്കിടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. ഇൻഡിവിജ്വൽ ആറ്റംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ക്ലോസ് ആയിട്ട് ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വെരി സ്ട്രോങ് ആയിരിക്കും. Then solid state in chemistry is a study of the structure, properties and synthesis of solid materials, and it is also sometimes called the materials chemistry. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് സിന്തസിസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ്. അപ്പം സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്? ആ സോളിഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതുപോലെ അവരുടെ പ്രോപ്പർട്ടീസ്, ദെൻ സിന്തസിസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് പൊതുവെ കെമിസ്ട്രി ഓഫ് സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂഷ്വലി സ്റ്റഡി ചെയ്യാറുള്ളത്. മെറ്റീരിയൽ കെമിസ്ട്രി എന്നും കൂടി സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി പറയാറുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. നമുക്ക് സോളിഡ് സ്റ്റേറ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആദ്യം സോളിഡ് സ്റ്റേറ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സോളിഡ്സിനെ പൊതുവെ ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സോളിഡ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ്സും ഉണ്ട്, അമോർഫസ് സോളിഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ സോളിഡ്സിനെ പൊതുവെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡ്സും ഉണ്ട്, അമോർഫസ് സോളിഡ്സും ഉണ്ട്. ഇനി എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നോക്കിക്കേ. Crystalline solids are those that have a typical geometry, and in such types of solids there are definite arrangements of particles, that is atoms, molecules or ions throughout the three-dimensional network of a crystal in a long range order. അപ്പോൾ എന്താണ് crystalline solids എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. Crystalline solids are those that have a typical geometry. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ജിയോമെട്രി ഉള്ള ആളുകളെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Those solids which have a typical geometry. Okay, in such a type of solids there are definite arrangement of particles, that is atoms, molecules or ions throughout the
3-dimensional network of the crystal in a long range order. അപ്പം ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ എൻറ്റയർ 3-dimensional സ്ട്രക്ചർ ഓഫ് ദി സോളിഡ്സിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഓർഡേഴ്സ് ആയിരിക്കും അവരുടെ അറേഞ്ച്മെന്റിൽ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ടിപ്പിക്കൽ ജോമെട്രി. ടിപ്പിക്കൽ ഒരു ജോമെട്രി ഉണ്ട്. അതുപോലെ തന്നെ ഇൻ സച്ച് ടൈപ്പ് ഓഫ് സോളിഡ്സ് ദർ ആർ definite arrangement of particles, that is atoms, molecules or ions throughout the 3-dimensional network of the crystal in a long range order. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഓർഡർ ആണ് അവരുടെ അറേഞ്ച്മെൻറ്റിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ്, ഡയമണ്ട്. ഇതെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് സ്റ്റാർട്ട് മെൽറ്റിംഗ് വെൻ ഇറ്റ് റീച്ചസ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേന് അവർ യൂഷ്വലി അവരുടെ മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the shape of the crystalline solids is definite and it has a typical arrangement of particles. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എല്ലാം തന്നെ പൊതുവേ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്താൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻസിലായിരിക്കും ഈ പാർട്ടിക്കിൾസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. They show cleavage property, that is when they are cut with a edge of a sharp tool they split into two pieces and they are newly generated surface are smooth and plain. ക്ലീവേജ് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എന്താണ് ക്ലീവേജ് പ്രോപ്പർട്ടി? നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് അത് മാറും അല്ലേ. അപ്പോൾ ഈ ഓരോ ഹാഫും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഹാഫും ന്യൂലി ജനറേറ്റഡ് സർഫസ്, അതായത് നല്ല ഐഡന്റിക്കൽ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള 2 സർഫസുകളായിട്ടായിരിക്കും നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ 2 സർഫസും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. കട്ട് ചെയ്താൽ കിട്ടുന്നത് 2 കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ലാത്തതോ കയറി ഇറങ്ങിയിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് പ്ലെയിൻ ആയിട്ട് ഉള്ള ഒരു എഡ്ജസ്, 2 എഡ്ജസ് ആയിട്ടായിരിക്കും നമുക്ക് അവരെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. They have definite heat of fusion, that is the amount of energy needed to melt a given mass of solid at its melting point. Then അവരുടെ heat of fusion എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കാണും. ഇനി എന്താണ് heat of fusion എന്ന് പറഞ്ഞാൽ? Heat of fusion is the amount of energy needed to melt a given mass of a solid at its melting point. ഒരു മെൽറ്റിംഗ് പോയിന്റിൽ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് എന്തുമാത്രം എനർജി ആവശ്യമായിട്ട് വരുന്നോ അതിനെയാണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഡെഫിനിറ്റ് ആയിട്ട് ഓരോ ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും അതിന്. Then crystalline solids are anisotropic, which means they have physical properties like electrical resistance or refractive index shows different values when they are measured along different directions in the same crystal. ഇത് ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് സാധാരണ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് ആഡ് ചെയ്യാറുള്ളതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ഇനി എന്താണ് ഈ അനൈസോട്രോപിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇതുപോലെയുള്ള അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫറെൻറ്റ് ഡിറക്ഷൻസിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതിനെയാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്രിസ്റ്റലിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പോലെയുള്ള പല പ്രോപ്പർട്ടീസും നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നിന്ന് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപ്പി. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം പൊതുവെ അനൈസോട്രോപിക് ബിഹേവിയർ കാണിക്കുന്ന സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡുകളെല്ലാം പൊതുവെ ട്രൂ സോളിഡ്സ് അല്ലെങ്കിൽ
യഥാർത്ഥ സോളിഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ജിയോമെട്രി അല്ലെങ്കിൽ ആ ക്രിസ്റ്റലിലുടനീളം അല്ലെങ്കിൽ ആ ഒരു സോളിഡിലുടനീളം അവരുടെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള സോളിഡുകളെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോൾഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. അതിൽ അനൈസോട്രോപിക് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സോളിഡ്സ് ആണ് എന്ത്? അമോർഫസ് സോളിഡ്സ്. ഇപ്പം അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമോർഫസ് സോളിഡ് സ്റ്റേറ്റ് കംപ്രൈസസ് those solids which have a property of rigidity and incompressibility but to a certain extent. അപ്പോൾ എന്താണ് അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ? Amorphous solid comprises those solids which have a property of rigidity and incompressibility, but to a certain extent they do not have a definite geometrical form or long range order. അപ്പോൾ എന്താണ് amorphous solids എന്ന് പറഞ്ഞാൽ? The solids which have the property of rigidity and incompressibility, but to a certain extent. നമ്മൾ പറഞ്ഞ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ കാണിക്കുന്നവരാണ്. അതായത് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു ലോങ് റേഞ്ചിൽ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പം അമോർഫസ് സോളിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവരുടെ റിജിഡിറ്റി ആയാലും ഇൻകംപ്രസിബിലിറ്റി ആയാലും അതെല്ലാം ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അതായത് ഷോർട്ട് റേഞ്ച് ഓർഡർ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. They do not have a definite geometrical form or long range order. നമ്മൾ പറഞ്ഞായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ജിയോമെട്രിക്കൽ പാറ്റേൺ ഉണ്ട്. കാരണം അവരുടെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവരുടെ കേസ് വരുമ്പോഴത്തേന്, നമ്മൾ അമോർഫസ് സോളിഡ്സിൻ്റെ കേസിൽ വരുമ്പോഴത്തേന് അവരുടെ കേസിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞു ഇവ ഷോർട്ട് റേഞ്ച് ഓർഡറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. എൻറ്റയർ ദി സോളിഡ് സർഫസ് അവർ ഒരേപോലെയുള്ള പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ ഷോർട്ട് റേഞ്ച് ഇൻ്റർവെൽസിലാണ് ഈ പാർട്ടിക്കിൾസിനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് ഷോർട്ട് റേഞ്ച് ഓർഡറാണ് ഇവർ കാണിക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ജിയോമെട്രി ഇല്ലാത്ത ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇവരുടെ പ്രോപ്പർട്ടീസ് നോക്കിക്കേ. Amorphous solids are gradually softened over a range of temperatures and they can be molded into different shapes on heating. ഇപ്പോൾ amorphous solidsകളെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സോഫ്റ്റൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് amorphous solids എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സോളിഡ്സ് കൂടിയാണ് amorphous solids എന്ന് പറയുന്നത് കേട്ടോ. The amorphous solids are pseudo-solids or super-cooled liquids, which means that they have a tendency to flow very slowly. If you observe the glass pans which are fixed on windows of all buildings, they are found to be slightly thicker from the bottom than at the top. ഇനി അമോർഫസ് സോളിഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, നമ്മൾ പറഞ്ഞായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം ട്രൂ സോളിഡ്സ് ആണ് അല്ലെങ്കിൽ യഥാർത്ഥ സോളിഡ്സ് ആണ് അല്ലേ. പക്ഷേ നമ്മൾ അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് സ്യൂഡോ മീൻസ് ഫോൾസ് എന്നുള്ള മീനിങ് അല്ലേ. ഇപ്പോൾ സ്യൂഡോ സോളിഡ് മീൻസ് ഫോൾസ് സോളിഡ്സ് എന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ സോളിഡ്സ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ്. സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആയിട്ടാണ് നമ്മൾ അമോർഫസ് സോളിഡ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ പറയുന്ന സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്? അതായത് ഈ അമോർഫസ് സോളിഡ്സിന് വളരെ സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, ഒഴുകാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒത്തിരി വർഷങ്ങൾ 100 കൊല്ലമൊക്കെ പഴക്കമായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവിടുത്തെ ജനൽപ്പാളികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഗ്ലാസിൻ്റെ ജനൽപ്പാളികളിലൊക്കെ താഴെ ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും കമ്പയർഡ് ടു അതിൻ്റെ ടോപ്പ്. മുകളിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കുറച്ചും കൂടെ കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അത് 100-100 വർഷമായ അല്ലെങ്കിൽ 100-200 വർഷങ്ങളായ ബിൽഡിങ്സ് ഒക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, ഇത് പതുക്കനെയാണ് സ്ലോലി ഫ്ലോ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വർഷങ്ങളോളം എടുത്തെടുത്ത് എന്ത് ചെയ്യുന്നു, ഇത് ഫ്ലോ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യുന്നു, അവസാനം അടിയിൽ കുറച്ച് കട്ടി കൂടി വരും, മുകളിൽ കുറച്ച് തിന്നായിട്ട് വരും. അപ്പം അത് ഈ പറയുന്ന സൂപ്പർ കൂൾഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഈ ഗ്ലാസിൻ്റെയൊക്കെ വിൻഡോയുടെ ആ തിക്നെസ്സിലുള്ള വേരിയേഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ സ്യൂഡോ സോളിഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്ന പേരിലൊക്കെ ഇവരെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അമോർഫസ് സോളിഡ്സ് ഹാവ് ഇറഗുലർ ഷേപ്പ്, ദാറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ജിയോമെട്രി ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ദെൻ
നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഷോർട്ട് റേഞ്ച് ഓർഡർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അമോർഫസ് സോളിഡ്സിൽ അവരുടെ അവരുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു 3-dimensional സ്ട്രക്ചർ നമ്മൾ ഒരേപോലെ ആയിരിക്കത്തില്ല കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് റേഞ്ച് ഓർഡേഴ്സിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും പൊതുവെ നമ്മുടെ അമോർഫസ് സോളിഡ്സ് കാണിക്കുന്നത്. ഓക്കെ, വെൻ അമോർഫസ് സോളിഡ്സ് ആർ കട്ട് വിത്ത് എ ഷാർപ്പ് edge tool, they form pieces with irregular surfaces. നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് എടുത്ത് വെച്ചിട്ട് അതിനെ 2 പീസസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2 പീസും നല്ല ഷാർപ്പായിട്ടുള്ള നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഒരുപോലെയുള്ള നല്ല 2 എഡ്ജസ് ആയിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതായത് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അമോർഫസ് സോളിഡ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കത്തി എടുത്ത് വെച്ച് ഇതിനെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. അതാണ് പറഞ്ഞത് when amorphous solids are cut with a sharp edge tool they form pieces with irregular surface. പ്ലെയിൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള സർഫസസ് ഒന്നും ആയിരിക്കത്തില്ല, ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ആയിരിക്കും നമുക്ക് കിട്ടുക. Amorphous solids do not have definite heat of fusion due to the irregular arrangement of particles. then അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താ, എൻ്റയർ ദ സർഫസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾസും ഒരുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ത്രൂ ഔട്ട് ദി സ്ട്രക്ചർ അവർക്ക് ഒറ്റ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വാല്യൂ മാത്രമേ കാണുള്ളൂ. പക്ഷേ അമോർഫസ് സോളിഡ്സ് വരുമ്പോൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ആണോ അവർ ഫോളോ ചെയ്യുന്നത്? അല്ല, ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കേസിൽ ഇവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ വാല്യൂ ഇല്ല. ഓക്കെ, then amorphous solids are isotropic in nature, which means the value of any physical property would be same along any direction because of the irregular arrangement of particles. അപ്പം ഇവരുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം അനൈസോട്രോപിക് പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസും പല ഡയറക്ഷൻസിലും മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരുന്നു എവിടെ കിട്ടിക്കൊണ്ടിരുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിച്ച പേരാണ് അനൈസോട്രോപ്പി എന്ന്. ഓക്കെ, പക്ഷേ ഇവരുടെ കേസിൽ ഇത് ഐസോട്രോപിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഐസോട്രോപിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? ഐസോട്രോപിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ദ സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഏത് ഡയറക്ഷനിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്താലും സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐസോട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയാലും ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ് ആയാലും അങ്ങനെയുള്ള ഏത് പ്രോപ്പർട്ടി ആയാലും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പം അമോർഫസ് സോളിഡ്സ് ഈസ് ഐസോട്രോപിക് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും കൂടെ പ്രോപ്പർട്ടീസ് എല്ലാം ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതിൽ ക്രിസ്റ്റലൈൻ സോളിഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന, അല്ലെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ളതിൽ അമോർഫസ് സോളിഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന, ആ രീതിയിൽ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് യൂഷ്വലി കൺഫ്യൂഷൻ വരും. ഇപ്പോൾ എവിടെയായിരുന്നു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കോൺസ്റ്റന്റ്, എവിടെയായിരുന്നു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കൂടുന്ന എന്താ ഫിക്സ്ഡ് അല്ല എന്ന് പറഞ്ഞത്, എവിടെയായിരുന്നു ക്ലീവേജ് പ്രോപ്പർട്ടി കാണിക്കുന്നത്, എവിടെയായിരിക്കും കാണിക്കാത്തത്, ഏതായിരുന്നു അനൈസോട്രോപ്പി, ഏതായിരുന്നു ഐസോട്രോപ്പി, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതിൽ എന്നുള്ള രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപിക് ബിഹേവിയർ എന്താണെന്ന് നോക്കാം. Isotropic mineral crystals have the same and consistent characteristics throughout the material. This is due to their uniform composition throughout and the fact that they are not direction dimension dependent. അപ്പോൾ ഐസോട്രോപിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോട്രോപിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സെയിം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ഔട്ട് ദ മെറ്റീരിയൽസ്. ത്രൂ ഔട്ട് ദ മെറ്റീരിയൽസ് അവർ കാണിക്കുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിക്കൽ ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോട്രോപിക് ബിഹേവിയർ എന്ന്. ഓക്കെ, and this is due to the uniform composition throughout and the fact that they are not direction dimension dependent. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം ആയതുകൊണ്ടാണ് ഇവർ ഈ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ കാണിക്കുന്നത്. ആൻഡ് അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐസോട്രോപിക് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. And a mineral crystal that has varying properties in different orientation of the mineral surface is called anisotropy and the difference in properties are related to the compositional differences. ഇനി നമ്മളൊരു ക്രിസ്റ്റലിന്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ അവർ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ വിളിക്കുന്നതാണ് അനൈസോട്രോപിക് കേട്ടോ. അവരുടെ കോമ്പോസിഷണൽ ഡിഫറൻസസ് കാരണമാണ് അവർ അനൈസോട്രോപിക് ബിഹേവിയർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് യൂഷ്വലി തരുന്നത്.
ഇനി ഐസോട്രോപിക് മെറ്റീരിയൽസിൻ്റെയും അനൈസോട്രോപിക് മെറ്റീരിയൽസിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്, ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപിക് ബിഹേവിയറിൻ്റെത്. നോക്കിക്കേ, ഐസോട്രോപ്പിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്? ഐസോട്രോപിക് മെറ്റീരിയൽസ് ഷോസ് സെയിം പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷൻസിലും ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളാണ് ആര്? ഐസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എന്നാൽ അനൈസോട്രോപിക് മെറ്റീരിയൽസോ വിച്ച് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. വ്യത്യസ്ത ഡയറക്ഷൻസിൽ വ്യത്യസ്ത പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളെയാണ് അനൈസോട്രോപിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബിഹേവിയർ കാണിക്കുന്നവരെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്ലാസ്, ക്രിസ്റ്റൽസ് വിത്ത് ക്യൂബിക് സിമിട്രി, ഡയമണ്ട്, മെറ്റൽസ്, ഇതെല്ലാം ഐസോട്രോപിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഐസോട്രോപിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ് ഗ്ലാസ്, ക്രിസ്റ്റൽസ് വിത്ത് ക്യൂബിക് സിമിട്രി, ഡയമണ്ട്സ്, മെറ്റൽസ്, ഇതെല്ലാം ഐസോട്രോപിക് ബിഹേവിയർ കാണിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. എന്നാൽ നമ്മുടെ വുഡ്, കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, പിന്നെ ക്യൂബിക് ക്രിസ്റ്റൽ അല്ലാതെ വരുന്ന മറ്റ് ക്രിസ്റ്റലൈൻ ഫോംസിൽ മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹൈഡ്രൽ, അങ്ങനെയുള്ള മറ്റ് ക്യൂബിക് അല്ലാത്തുള്ള മറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൽ വരുന്ന ആളുകളെല്ലാം അനൈസോട്രോപിക് ആണ് കേട്ടോ. അപ്പോൾ വുഡ്, കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, പിന്നെ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം അല്ലാത്ത ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് എല്ലാം ഈ പറയുന്ന അനൈസോട്രോപിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ ഐസോട്രോപ്പി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല, ഡയറക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഐസോട്രോപിക് മെറ്റീരിയൽസ് കാണിക്കുന്നത്. എന്നാൽ അനൈസോട്രോപിക് മെറ്റീരിയൽസ് വരുമ്പോഴത്തേന് അവർ ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ അനൈസോട്രോപിക് ബിഹേവിയർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐസോട്രോപ്പി ഡയറക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അനൈസോട്രോപ്പി ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഐസോട്രോപ്പിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡന്റിക്കൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണൂ ഏത് ഡയറക്ഷനിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താലും. അപ്പോൾ അതാണ് പറഞ്ഞത് ദീസ് മെറ്റീരിയൽസ് ഹാവ് എ സിംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്നാൽ അനൈസോട്രോപിക് മെറ്റീരിയൽസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ദീസ് മെറ്റീരിയൽസ് ഹാവ് മെനി റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. ഓക്കെ, അടുത്ത നോക്കുക, ദീസ് മെറ്റീരിയൽസ് ഹാവ് എ കൺസിസ്റ്റന്റ് കെമിക്കൽ ബോണ്ടിങ്. ആർക്കാ? ഐസോട്രോപിക് മെറ്റീരിയൽസിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അനൈസോട്രോപിക് ആകുമ്പോഴത്തേന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ് അവർക്ക് ഉണ്ടാവില്ല. അടുത്തത് ഐസോട്രോപിക് മിനറൽസ് ജനറലി അപ്പിയർ ഡാർക്ക്. പൊതുവെ അവരുടെ നമുക്ക് അപ്പിയറൻസ് വെച്ച് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഐസോട്രോപിക് മെറ്റീരിയൽസ് എല്ലാം പൊതുവെ അത്യാവശ്യം ഡാർക്കർ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അനൈസോട്രോപിക് മെറ്റീരിയൽസ് എല്ലാം പൊതുവെ ലൈറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഐസോട്രോപിക് മെറ്റീരിയൽസ് ഡോണ്ട് ഷോ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് എസ് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഡൈക്രോയിസം പോലെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഐസോട്രോപിക് മെറ്റീരിയൽസ് കാണിക്കത്തില്ല. എന്നാൽ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഡൈക്രോയിസം പോലെയുള്ള ചില പ്രോപ്പർട്ടീസ് എല്ലാം ചില അനൈസോട്രോപിക് മെറ്റീരിയൽസ് കാണിക്കും. പക്ഷേ ഐസോട്രോപിക് മെറ്റീരിയൽസ് യാതൊരു തരത്തിലും കാണിക്കത്തില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഐസോട്രോപിക് മെറ്റീരിയൽസ് നമ്മൾ പൊതുവെ ലെൻസസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ ഐസോട്രോപിക് എന്ന് പറയുമ്പം നമ്മുടെ എവിടെയാണ്? അമോർഫസ് സോളിഡ്സിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അമോർഫസ് സോളിഡ്സിൻ്റെ പ്രത്യേകതയാണ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. അപ്പം അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഫോൾസ് സോളിഡ്സ്, സ്യൂഡോ സോളിഡ്സ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വിൻഡോസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അല്ലേ പറഞ്ഞത് അവിടെ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദീസ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ വിൻഡോസ് ആൻഡ് ലെൻസസ്. വിൻഡോസും ലെൻസസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐസോട്രോപിക് മെറ്റീരിയൽസ് മീൻസ് നമ്മുടെ അമോർഫസ് ക്രിസ്റ്റൽസ്, അമോർഫസ് സബ്സ്റ്റൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ അനൈസോട്രോപിക് മെറ്റീരിയൽസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വെഡ്ജസ്, അതുപോലെ ഓപ്റ്റിക്കൽ വേവ് പ്ലേറ്റ്സ്, പോളറൈസേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനൈസോട്രോപിക് മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുന്നത്. ദെൻ ഐസോട്രോപിക് മെറ്റീരിയൽസ് ഷോ സെയിം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഓൾ ഡിറക്ഷൻസ്. എല്ലാ ഡയറക്ഷൻസിലും വെലോസിറ്റി ഓഫ് ലൈറ്റ് സെയിം അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിരിക്കും ഐസോട്രോപിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ. ആൻഡ് അനൈസോട്രോപിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ ദേ ഷോ ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. Then unpolarized light does not split into two in isotropic media. ഐസോട്രോപിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് കൊടുത്താലും അവർ സ്പ്ലിറ്റ് അപ്പ് ചെയ്യത്തില്ല. സ്പ്ലിറ്റ് ചെയ്ത് ഡാർക്ക് ഫേസും ലൈറ്റർ ഫേസും ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല. പക്ഷേ അനൈസോട്രോപിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് ബിഹേവിയർ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്നാലും ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് കൊടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ. വലിയ രീതിയിൽ അങ്ങനെ ഡിഫറൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക്
ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അമോർഫസ് സോളിഡ്സിൻ്റെയും ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ അനൈസോട്രോപ്പി ആൻഡ് ഐസോട്രോപ്പിയുടെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് അധികം ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ, ഐസോട്രോപ്പിയുടെ അനൈസോട്രോപ്പിയുടെ. ഇനി അടുത്തത് നമുക്ക് സിമിട്രി ഇൻ ക്രിസ്റ്റൽ സിസ്റ്റംസ്. ക്രിസ്റ്റൽ സിസ്റ്റംസിനകത്തുള്ള സിമിട്രി ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് എലമെൻറ്റ്സ് ഓഫ് സിമിട്രിക്കകത്ത് നമുക്ക് പ്ലെയിൻ ഓഫ് സിമിട്രി ഉണ്ട്, ആക്സിസ് ഓഫ് സിമിട്രി ഉണ്ട്, സെൻറ്റർ ഓഫ് സിമിട്രി ഉണ്ട്. ഈ 3 സിമിട്രി എലമെൻറ്റ്സും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം എന്താണ് എലമെൻറ്റ്സ് ഓഫ് സിമിട്രി എന്നുള്ളത് അറിയണം. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് ഓഫ് സിമിട്രി നോക്കിക്കേ. The geometrical entity such as a line, a plane or a point with respect to which one or more symmetry operations may be carried out is called a symmetry element. And different type of symmetry elements are plane of symmetry, axis of symmetry and center of symmetry. അപ്പോൾ നോക്കിക്കേ, എന്താണ് എലമെൻറ്റ്സ് ഓഫ് സിമിട്രി എന്ന് പറഞ്ഞാൽ? എലമെൻറ്റ്സ് ഓഫ് സിമിട്രി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ ലൈൻ അല്ലെങ്കിൽ ഈ ആക്സിസ് അല്ലെങ്കിൽ ഈ പോയിന്റിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുക. അതിപ്പോൾ റൊട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവേർഷൻ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്ത് അവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവർക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിമിട്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ, ഈ സിമിട്രി ഓപ്പറേഷൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സിമിട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമിട്രി എലമെൻറ്റ്സ് ഒന്നെങ്കിൽ ഒരു ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആവാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആവാം. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ, ആക്സിസ് ഓർ പോയിന്റ് നമ്മളൊരു സിമിട്രി ഓപ്പറേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്ത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെയാണ് നമ്മൾ സിമിട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. ദ ജിയോമെട്രിക്കൽ എൻറ്റിറ്റി സച്ചസ് എ ലൈൻ, എ പ്ലെയിൻ ഓർ എ പോയിന്റ്. ഒന്നെങ്കിൽ ഒരു ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആവാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് വൺ ഓർ മോർ സിമിട്രി ഓപ്പറേഷൻസ് മേ ബി ക്യാരിഡ് ഔട്ട്. ഈ ലൈൻ അല്ലെങ്കിൽ ഈ ആക്സിസ് അല്ലെങ്കിൽ ഈ പോയിന്റിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് നമ്മൾ ഒന്നോ അതിലധികമോ സിമിട്രി ഓപ്പറേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റൊട്ടേഷൻ ആവാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇൻവേർഷൻ ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, അതിനെയാണ് നമ്മൾ സിമിട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമിട്രി എലമെൻറ്റ്സ് ആണ് ഉള്ളത്. പ്ലെയിൻ ഓഫ് സിമിട്രി ഉണ്ട്, ആക്സിസ് ഓഫ് സിമിട്രി ഉണ്ട്, സെൻറ്റർ ഓഫ് സിമിട്രി ഉണ്ട്. ഈ 3 സിമിട്രി എലമെൻറ്റ്സിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമിട്രി എലമെൻറ്റ്സ് നമുക്ക് അറിയണം. അതുപോലെ തന്നെ ഈ സിമിട്രി എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുള്ള സിമിട്രി ഓപ്പറേഷൻസ്, റൊട്ടേഷൻസ്, റിഫ്ലക്ഷൻസ്, അതുപോലെ തന്നെ ഇൻവേർഷൻ. പക്ഷേ ആ സിമിട്രി ഓപ്പറേഷൻസും സിമിട്രി എലമെൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല. ഇവിടെ നമ്മൾ സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സിമിട്രി എലമെൻറ്റ്സ് ഏതാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെ ആക്സിസ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് പോയിന്റ് ഓഫ് സിമിട്രി കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇവിടെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ഈ പ്ലെയിൻ ഓഫ് സിമിട്രി, എന്താണ് ആക്സിസ് ഓഫ് സിമിട്രി, പോയിന്റ് ഓഫ് സിമിട്രി എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.